പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ IT പ്രാക്ടിക്കലിൻ്റെ ഗ്രൂപ്പ് 1ൽ 3 അധ്യായങ്ങളാണ് വരിക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇങ്ക്സ്കേപ്പ്, ക്യൂജിസ്, സൺ ക്ലോക്ക്. അതിലെ സൺ ക്ലോക്കിലെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൺ ക്ലോക്കിലെ രണ്ടാമത്തെ ടൈപ്പ് ചോദ്യങ്ങൾ. സൺ ക്ലോക്കിൽ ഇതിൽ ചോദിക്കുന്നത് അവർ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യണം. ആ ഡേറ്റിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യം കണ്ടു നോക്കാം. ഡിസ്പ്ലേ ദ പൊസിഷൻ ഓഫ് ദി സൺ ആൻഡ് മൂൺ ഫ്രം എനി സിറ്റി ഇൻ ഇന്ത്യ ഓൺ 21st December 2024 with the help of sun clock software. Take a screenshot and save it into the exam 10 folder in home with your register number _question number as the file name. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഹിൻ്റ് ഉണ്ട്. ഇത്തരം ഹിൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി അത് വായിക്കുക. ആ ഹിൻറ്റിൽ ഓരോ ബുള്ളറ്റിലൂടെയും കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ സൺ ക്ലോക്ക് തുറക്കുന്നു. നമുക്കറിയാം ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിലാണ് സൺ ക്ലോക്ക് ഉള്ളത്. സൺ ക്ലോക്ക് തുറന്നു വരുമ്പം ഒരു ചെറിയ ജാലകമായിട്ടാണ് തുറന്നു വരിക. അതിനെ നമ്മൾ മാക്സിമൈസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഒരു വലിയ ജാലകമാക്കി മാറ്റുന്നു. അറിയാം, ഇതിലെ മെനു നമുക്ക് ലഭ്യമാവണമെങ്കിൽ ഈ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്ക് മെനു ഇപ്പോൾ ലഭ്യമായി. മെനു ലഭ്യമായി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചോദ്യം നോക്കുക. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദിസ് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് എനി ഇന്ത്യൻ സിറ്റി. അപ്പോൾ സമയ ജാലകം ഇതിൽ ടൈം സോൺ ഇതിൽ സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ടൈം സോൺ സെറ്റ് ചെയ്യാൻ നമുക്ക് മെനു ബാറിലെ എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിലെ സ്പേസ് ബാർ ഒരു പ്രാവശ്യം അമർത്തിയാലും മതി. സ്പേസ് ബാർ അമർത്തി മൗസ് ഒന്ന് ചലിപ്പിച്ച് കഴിഞ്ഞാൽ ടൈം സോൺ നമ്മുടെ മാപ്പിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ടൈം സോൺ വന്നു. ടൈം സോൺ വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുക ഏതെങ്കിലും ഒരു ഇന്ത്യൻ സിറ്റി ക്ലിക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇന്ത്യയുടെ മാപ്പിലേക്ക് പോയി നമുക്കിവിടെ 4 ഇന്ത്യൻ സിറ്റികളാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ഒരു ഇന്ത്യൻ സിറ്റി കുറച്ച് ഒരു സ്റ്റാർ പോലെയും ഒരു പ്രത്യേകിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൽക്കട്ട ഈ ഭാഗമാണ് ക്ലിക്ക് ചെയ്ത് കൽക്കട്ട എന്ന് പറയുന്ന ആ ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ 4 സിറ്റികളാണ് ഇതിൽ കാണിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കറിയാം. ഒന്ന് മുംബൈ, പക്ഷേ ഇതിൽ ബോംബെ എന്നാണ് കാണുക. പിന്നെ ഒന്ന് ചെന്നൈ, ഇപ്പോഴത്തെ ചെന്നൈ, പക്ഷേ ഇതിൽ പേര് കാണിക്കുന്നത് മെഡ്രാസ് എന്നായിരിക്കും. ഡൽഹി, കൽക്കട്ട. അപ്പോൾ ഞാൻ കൽക്കട്ട ക്ലിക്ക് ചെയ്തു. ഏതെങ്കിലും ഒരു സിറ്റി ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. കൽക്കട്ട ക്ലിക്ക് ചെയ്തു. ഇനി അതല്ലെങ്കിൽ ഡൽഹി ക്ലിക്ക് ചെയ്യാം. ഇന്ത്യയുടെ സെൻട്രലിലുള്ള പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദ്യത്തിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ ഇന്ത്യൻ സിറ്റി ഇത് ഒന്നാമത്തെ ബുള്ളറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ആൻഡ് സെലക്ട് എനി ഇന്ത്യൻ സിറ്റി, അത് നമ്മൾ ചെയ്തു. ഇനി മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് വാല്യൂ ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സിറ്റി ക്ലിക്ക് ചെയ്തതിന് ശേഷം 21st December 2024 ആ ഡേറ്റിലേക്ക് സെറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെനു താഴെ മിനിമൈസ്ഡ് ആയിരിക്കും. അതിനെ ഒന്ന് മാക്സിമൈസ് ചെയ്തിട്ട് മെനു എടുത്തിട്ട് മെനുവിൽ നമ്മൾ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് 3 കീകളിലൂടെയാണ്. GAB. G എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് വാല്യൂ സെറ്റ് ചെയ്യുന്ന മെനു ആണ്. അതിൽ ജിയിൽ പ്രോഗ്രസ് വാല്യൂ സെറ്റ് ചെയ്തതിന് ശേഷം A മീൻസ് ഫോർവേഡ്, ആ ഡേറ്റ് മുന്നോട്ട് നീക്കാനും, B ബാക്ക്വേഡ് പിറകിലേക്ക് മാറ്റാനും. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഡേറ്റ് ആദ്യം നോക്കാം. ഇപ്പോഴത്തെ ഡേറ്റ് നമ്മൾ താഴെയാണ് കാണുക. ഏറ്റവും താഴത്ത് കാണുക കൽക്കട്ടയിൽ ഇപ്പോഴത്തെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ഇവിടെ കാണിക്കുന്നത് 05 February 2024 ആണ്. അപ്പോൾ 05 February 2024 ആണ്. നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് 21st December 2024 ആണ്. അപ്പോൾ നമുക്ക് കുറേ മുന്നോട്ട് പോകണം, കുറേ മാസങ്ങൾ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് G എന്ന് പറയുന്ന ആ ബട്ടണിൽ നമ്മൾ പ്രോഗ്രസ് വാല്യൂ 1 month ആക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ തുടർച്ചയായിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ് വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും.
ആദ്യം തന്നെ നമ്മൾ ഡിഫോൾട്ടായിട്ട് അതിൽ കിടക്കുന്നത് 1 മിനിറ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യം അമർത്തുമ്പോൾ 1 അവർ ആവും. വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 ഡേ ആവും. ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ 7 ഡേയ്സ് ആവും. ഒന്നുകൂടി ക്ലിക്ക് കഴിഞ്ഞാൽ 30 ഡേയ്സ് ആവും. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ഈ സൈക്കിളിലാണുള്ളത്. 1 മിനിറ്റ്, 1 അവർ, 1 ഡേ, 7 ഡേയ്സ്, 30 ഡേയ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 30 ഡേയ്സ് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ഇപ്പം ഫെബ്രുവരിയിലാണുള്ളത്, നമുക്ക് ഡിസംബറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകാൻ ആണ്. എ അമർത്തി കഴിഞ്ഞാൽ 1 മാസം മുന്നോട്ട് പോകും. ഇപ്പം നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മാർച്ച് ആയിട്ടുണ്ട്. ഒന്നും കൂടി അമർത്തിയപ്പോൾ ഏപ്രിൽ ആയിട്ടുണ്ട്. ഒന്നും കൂടി അമർത്തിയപ്പോൾ മെയ് ആയി. ഒന്നും കൂടി അമർത്തിയപ്പോൾ ജൂണായി. ഒന്നും കൂടി അമർത്തിയപ്പോൾ ജൂലൈ ആയി. ഒന്നുകൂടി അമർത്തിയപ്പോൾ ആഗസ്റ്റ് ആയി. ഒന്നും കൂടി അമർത്തിയപ്പോൾ സെപ്റ്റംബർ. ഒന്നുകൂടി അമർത്തിയപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇപ്പോൾ ഡിസംബറായി. ഡിസംബർ 01 ഡിസംബറാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമ്മൾ അമർത്തണ്ട. ഇനി നമ്മൾ ഡിസംബർ മാസമായി കഴിഞ്ഞ സമയം ഇനി നമുക്ക് 21, ഡേറ്റ് 21. ഇപ്പോഴത്തെ ഡേറ്റ് 1 ആണ്. അപ്പോൾ ഇനി നമ്മൾ പ്രോഗ്രസ് വാല്യൂവിൽ നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്യുക. ഡേറ്റ് വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് 7 ഡേയ്സ് സെറ്റ് ചെയ്താൽ മതി. 7 ഡേയ്സ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ടാണ് പോകേണ്ടത്. 1-ാം തീയതിയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഡേറ്റ്. അത് നമ്മൾ 21 പോകാൻ വേണ്ടിയിട്ട് വീണ്ടും അമർത്തും. എ അമർത്തിയപ്പം ഇപ്പോൾ 8 ഡിസംബറായി. ഒരു പ്രാവശ്യം അമർത്തി. ഒന്നുകൂടി അമർത്തിയപ്പം 15 ഡിസംബറായി. ഒന്നുകൂടി അമർത്തിയപ്പോൾ 22 ഡിസംബറായി. പക്ഷെ നമുക്ക് വേണ്ടത് 21 വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഡേ പിറകിലേക്ക് പോകണം. ഒരു ഡേ പിറകിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡേ സെറ്റ് ചെയ്യുന്നു. ഒരു ഡേ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബി എന്ന് പറയുന്ന പിറകിലേക്ക് പോകാൻ വേണ്ടി ബി എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി 21 ഡിസംബറായി. നമ്മൾ ചോദ്യം ഒന്നുകൂടി നോക്കുക. നമ്മളോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേ ദ പൊസിഷൻ ഓഫ് സൺ ആൻഡ് മൂൺ ഫ്രം എനി സിറ്റി ഇൻ ഇന്ത്യ 21 ഡിസംബർ 24. 24-ൽ ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് സണ്ണിൻ്റെയും മൂണിൻ്റെയും പൊസിഷൻ നമുക്ക് നോക്കാൻ. അപ്പോൾ ഡേറ്റ് 21. അപ്പോൾ നമ്മൾ ഡേറ്റ് 21 ആയി. 21 ഡിസംബർ 2024 ആയി. ഇനി നമ്മൾ സണ്ണിൻ്റെയും മൂണിൻ്റെയും പൊസിഷനാണ് കാണേണ്ടത്. സണ്ണിൻ്റെയും മൂണിൻ്റെയും പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട് വൈ ആണ്. വൈ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണിക്കും, സ്ക്രീനിൽ കാണും. സ്ക്രീനിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ട, ഇവിടെ നമ്മൾ മൂണിൻ്റെ പൊസിഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് സണ്ണിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ മൂണിൻ്റെയും സണ്ണിൻ്റെയും പൊസിഷൻ വരുന്ന തരത്തിൽ നമ്മൾ ആ വൈ അമർത്തി കാണിക്കുന്ന തരത്തിലേക്ക് നിർത്തുക. അതിനുശേഷം അതാണ് ഷോ ദ സൺ ആൻഡ് മൂൺ ഓൺ ദ മാപ്പ്, അതവിടെ എത്തി. പിന്നെ ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസ്. ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടു. മെയിൻ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് നോക്കാൻ വേണ്ടിയിട്ട് ടി ആണ്, ട്രോപ്പിക്കൽ ലൈൻസ്. അപ്പോൾ ടി ഒരു പ്രാവശ്യം അമർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം സണ്ണ് ഇപ്പോൾ നമുക്ക് എവിടെയാണുള്ളത്, ദക്ഷിണായന രേഖയിലാണ്, താഴെയാണ് നമ്മൾ സണ്ണുള്ളത്. കാണാൻ ഇതാക്കണം, ഇവിടെയാണ് സണ്ണ് വരുന്നത്. ഈ നമ്മുടെ മൗസ് പോയിൻ്ററുള്ള സ്ഥലത്താണ് നമ്മുടെ സണ്ണ് വന്നിട്ട്. അപ്പോൾ ഇത്രയും ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഹിൻറ്റ് നമ്മുടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രസ് ദ പ്രിൻറ്റ് സ്ക്രീൻ കീ ഓൺ ദ കീബോർഡ്, ടേക്ക് സ്ക്രീൻഷോട്ട്, കോപ്പി ദ സ്ക്രീൻഷോട്ട് ഫയൽ ഫ്രം ദ പിക്ചേഴ്സ് ഫോൾഡർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഇൻ ദ എക്സാം 10 ഫോൾഡർ ആൻഡ് റീനെയിം. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. പ്രിൻറ്റ് സ്ക്രീൻ ബട്ടൺ ഞാൻ അമർത്തുന്നു. പ്രിൻറ്റ് സ്ക്രീൻ ബട്ടൺ അമർത്തിയപ്പോൾ സ്ക്രീൻഷോട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അത് പ്ലേസസിൽ പിക്ചേഴ്സിലാണ് വരിക എന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും അവസാനം വന്നതായിരിക്കും നമ്മൾ ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്യുന്നു, നമ്മുടെ ഹോമിലെ എക്സാം 10ലേക്ക് സേവ് ചെയ്യുന്നു. അതിനെ അവിടെ വെച്ചിട്ട് നമ്മളതിനെ റീനെയിം ചെയ്യുന്നു, നമ്മുടെ രജിസ്റ്റർ നമ്പറായിട്ട് റീനെയിം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇപ്പോൾ ചെയ്ത. അതിൽ നമ്മുടെ മൂൺ ഇവിടെ ഉണ്ട്, സണ്ണ് ഇവിടെയുണ്ട്. ഓക്കെ, ഈ ആക്ടിവിറ്റി നമ്മൾ എക്സാം 10 ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചു. അതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റി കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം, അപ്പോൾ സൺക്ലോക്കിലെ 2 ഏരിയ, ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ കാണുന്ന സണ്ണും മൂണ് അതുപോലുള്ള എന്തെങ്കിലും ഒക്കത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളതായിരിക്കും ഒരു ഏരിയ. രണ്ടാമത്തത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഉള്ള ചോദ്യങ്ങളും സൺക്ലോക്കിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എല്ലാ ഏരിയയും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ തക്കവണ്ണം നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.